മാത്തമാറ്റിക്സ് എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. ഈ ക്ലാസ്സിലേക്ക് മുഴുവൻ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ അഥവാ ആവർത്തന ഗുണനം ഇതിനെ പറ്റിയാണ്. ഇത് നമ്മൾ ഈ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആവർത്തന ഗുണനം ഈ സംഖ്യകളെ പറ്റി നമ്മൾ നേരത്തെ ഒന്നും പഠിച്ചിട്ടില്ല. നമ്മൾ ഈ പാഠത്തിൽ അത്തരത്തിലുള്ള സംഖ്യകളെ പറ്റിയാണ് നമ്മൾ ആധികാരികമായി പഠിക്കുന്നത്. അതുകൊണ്ട് എല്ലാ കുട്ടികളും ഈ ക്ലാസ് ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുകയും അത് നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം. മനസ്സിലാവാത്തതുണ്ടെങ്കിൽ സാറിൻ്റെ ഫോൺ നമ്പറുമായി ബന്ധപ്പെടണം. ഓക്കെ, ക്ലാസ് തുടങ്ങിയാണ്. ഞാൻ ആദ്യമായി ബോർഡിൽ ഇങ്ങനെയുള്ള സംഖ്യകൾ കൂട്ടി എഴുതിയിരിക്കുക. എന്താണ്? 2 + 2 + 2 + 2 + 2. ഇത് റിപ്പീറ്റഡ് അഡീഷൻ ആണ് വന്നിരിക്കുന്നത്. ആവർത്തന സങ്കലനമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിനെ നമുക്ക് ചുരുക്കി എഴുതാൻ പറ്റും. എങ്ങനെ എഴുതാൻ പറ്റും? ഇതിന്റെ ഗുണനമായി എഴുതാൻ പറ്റും. ആവർത്തിച്ച് വരുന്ന സങ്കലന ക്രിയയെ നമുക്ക് എളുപ്പമാർഗത്തിൽ എഴുതാൻ പറ്റുന്നത് ഗുണിച്ചെഴുതാൻ പറ്റും. അല്ലേ? ആ റിപ്പീറ്റഡ് അഡീഷനെ നമുക്ക് we shortly say that then multiplication എന്ന് എഴുതാൻ പറ്റും. അല്ലേ? അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാം നമുക്ക്? 2 എന്ന് പറയുന്നത് എത്ര പ്രാവശ്യം എഴുതി കൂട്ടിയിരിക്കുകയാണ് മക്കളെ? 2 എന്ന് പറയുന്ന സംഖ്യ 1 2 3 4 5 പ്രാവശ്യം എഴുതി കൂട്ടിയിരിക്കുകയാണ്. റിപ്പീറ്റഡ് അഡീഷൻ ആയിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ക്രിയ നമ്മൾക്ക് ചുരുക്കി എഴുതാൻ സാധിക്കും. എങ്ങനെ എഴുതാൻ സാധിക്കും മക്കളെ? 2 × 5 എന്ന് ചുരുക്കി എഴുതുക. We shortly write that 2 × 5. പിടികിട്ടിയോ? എല്ലാവർക്കും പിടികിട്ടിയോ? ഇത് നമ്മൾ താഴെ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇതേപോലെ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷനെ ആവർത്തന ഗുണനത്തെ നമുക്ക് എന്താക്കി മാറ്റി എഴുതാൻ പറ്റും നോക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോളാം. ഞാൻ എഴുതുകയാണ് 3 × 3 × 3 × 3 × 3. നമുക്ക് നോക്കാം ഇതെന്താണ്? റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ആവർത്തിച്ച് ഗുണിച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ എഴുതാൻ സാധിക്കും. അതാണ് ഈ പാഠഭാഗം എന്ന് പറയുന്നത്. ആ സംഖ്യയുടെ പേര് പഠിക്കാൻ പോവുകയാണ്. ഇത് എഴുതാൻ പോവാ. ശ്രദ്ധിച്ചിരിക്കുക. റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ആവർത്തന ഗുണനമായി വരുന്ന സംഖ്യകളെ ഇങ്ങനെ ആവർത്തിച്ച് ഇങ്ങനെ ഗുണിക്കാതെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന രീതിയുണ്ട്. ആ രീതിയിലേക്ക് കടത്തിയാണ്. ശ്രദ്ധിക്കുക. ഇവിടെ നോക്കിയേ, ഏത് സംഖ്യയാണ് ഇവിടെ ആവർത്തിച്ച് വന്നിരിക്കുന്നത്? Which number is repeated and 3 is repeated. 3 എന്ന് പറയുന്ന സംഖ്യയാണ് ആവർത്തിച്ച് ഗുണിച്ചിരിക്കുന്നത്. അത് എത്ര പ്രാവശ്യം ആവർത്തിച്ച് ഗുണിച്ചിട്ടുണ്ട്? How many times? എത്ര തവണ ഗുണിച്ചിട്ടുണ്ട്? 1 2 3 4 5 6. ആ 6 പ്രാവശ്യം 6 times ആണ് 3 എന്ന് പറയുന്ന സംഖ്യ ആവർത്തിച്ച് ഗുണിച്ചിരിക്കുന്നത്. ആ 6 എഴുതാം. മുകളിൽ വലതുവശത്തായി എഴുതുന്നു 3 എന്ന് എഴുതി, താഴെ 3 എഴുതി, മുകളിൽ എഴുതി 6 എന്ന് എഴുതി. ഈ സംഖ്യക്ക് പറയുന്ന പേരാണ്, ഇങ്ങനെ താഴെയും മുകളിലുമായി എഴുതുന്ന സംഖ്യക്ക് പറയുന്ന പേരാണ് കൃതീകരണ സംഖ്യ അഥവാ എക്സ്പോണൻസിയേഷൻ നമ്പേഴ്സ് എന്ന് പറയപ്പെടുന്നത്. കൃതീകരണ രൂപം അല്ലെങ്കിൽ എക്സ്പോണൻസിയേഷൻ ഫോം എന്ന് പറയാം. ഇങ്ങനെ എഴുതുന്ന സംഖ്യകളാണ്. ഇനി ശ്രദ്ധിക്കാം, ഈ സംഖ്യ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? എക്സ്പോണൻസിയേഷൻ ഫോം അല്ലെങ്കിൽ കൃതീകരണ ഫോമിലേക്ക് എഴുതണമെങ്കിൽ
ആധാരം എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഈ മുകളിൽ എഴുതിയ സംഖ്യയ്ക്ക് എന്ത് പേര് പറയും? കൃതി എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം? കൃത്യംഗം എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ എന്ത് പറയാം? പവർ എന്ന് പറയാം, ഡിഗ്രി എന്ന് പറയാം, പിന്നെയോ ഓർഡർ എന്ന് പറയാം. ഇഷ്ടമുള്ള വാക്ക് നമുക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് പവർ എന്ന് പഠിച്ചാൽ മതി. ഉയർന്ന ക്ലാസ്സുകളിൽ ഡിഗ്രി, ഓർഡർ എന്നൊക്കെ പഠിക്കും. ഓക്കെ, എന്താണ് ആ മുകളിൽ താഴെ എഴുതുന്ന സംഖ്യക്ക് പറയുന്ന പേരാണ് എക്സ്പോണൻസിയേഷൻ നമ്പേഴ്സ് അഥവാ കൃതീകരണ സംഖ്യ എന്ന് പറയപ്പെടുന്നത്. ആ താഴെയുള്ള സംഖ്യക്ക് പറയുന്ന പേരെന്താണ്? ബേസ് അഥവാ ആധാരം എന്നും മുകളിൽ എഴുതുന്ന സംഖ്യക്ക് എന്ത് പേര് പറയുന്നു? ഇംഗ്ലീഷ് എന്തൊക്കെ പേരുണ്ട്? പവർ, ഡിഗ്രി, ഓർഡർ. മലയാളത്തിൽ എന്ത് പറയാം? കൃതി അല്ലെങ്കിൽ കൃത്യംഗം എന്ന് പറയാം. ഈ രണ്ട് കാര്യങ്ങൾ പഠിച്ചു വെച്ചോണം. ഇങ്ങനെയുള്ള സംഖ്യകളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത്. ഇങ്ങനെയുള്ള സംഖ്യകളുടെ ക്രിയകളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതുകൊണ്ട് ഈ സംഖ്യ എന്താണെന്നും ഈ സംഖ്യ എങ്ങനെയാണ് എഴുതുന്നതെന്നും ഈ സംഖ്യ എങ്ങനെയാണ് വായിക്കുന്നതെന്നും പഠിച്ചു വെക്കണം. അതാണ് ബേസിക് ആയിട്ട് ആദ്യം പറയാനുള്ളത്. ഈ സംഖ്യ എഴുതുന്ന കാര്യം പിടിയിട്ടില്ല. എങ്ങനെയാണ് എഴുതുന്നത്? ബേസ് എഴുതുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ ആധാരം എഴുതുന്നത് എങ്ങനെയാണ്? ഏത് സംഖ്യയാണ് ആവർത്തിച്ചു കുറിച്ചിരിക്കുന്നത്? ആ സംഖ്യ നമുക്ക് എന്ത് പറയാം? ബേസ് അല്ലെങ്കിൽ ആധാരം എന്ന് പറയാം. ആ സംഖ്യ എത്ര തവണ കുറിച്ചിരിക്കുന്നു അതിന് പറയുന്ന പേരാണ് പവർ, ഡിഗ്രി, ഓർഡർ. മലയാളത്തിൽ എന്ത് പറയാം? കൃതി അല്ലെങ്കിൽ കൃത്യംഗം എന്ന് പറയാം. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ ഇത് വായിക്കുന്നത് എങ്ങനെയാണ്? 3 മൂന്നിന്റെ കൃതി 6 ആണ്. മൂന്നിന്റെ കൃത്യംഗം 6 ആണ്. അല്ലെങ്കിൽ 3 മൂന്ന് പറയുന്ന സംഖ്യയെ 6 പ്രാവശ്യം ഉയർത്തിയിരിക്കുകയാണ്. 6 പ്രാവശ്യം കുറിച്ചിരിക്കുകയാണ്. റിപ്പീറ്റഡ് 6 times in 3 എന്ന് പറയാം. അതുകൊണ്ടാണ് ഇത് വായിക്കുന്നത് എങ്ങനെയാണ്? 3 അല്ലെങ്കിൽ മൂന്നിന്റെ കൃതി 6 ആണ്. മൂന്നിന്റെ കൃത്യംഗം 6 ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ അടുത്ത എക്സാമ്പിൾ ശ്രദ്ധിച്ചോളൂ എല്ലാവരും. 2 into 2 into 2 into 2 into 2 into 2. നമുക്ക് നോക്കാം ഇതിനെ എങ്ങനെ എഴുതാം. ആവർത്തിച്ച് കുറിച്ചിരിക്കുന്നില്ലേ? റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിരിക്കുമല്ലയോ? ഇങ്ങനെ ആവർത്തിച്ച് കുറിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് എളുപ്പമാർഗത്തിൽ എഴുതാൻ പറ്റും. എങ്ങനെ എഴുതാം? എക്സ്പോണൻസിയേഷൻ ഫോം അഥവാ കൃതീകരണ രൂപത്തിൽ എഴുതാൻ പറ്റും. അതെങ്ങനെയാണ് എഴുതുന്നത് മക്കളെ? അവിടെ രണ്ട് കഥാപാത്രങ്ങൾ ഉണ്ടാവണം. ഒന്നെന്താണ്? the first one is base അല്ലെങ്കിൽ ആധാരം. the second one is power, degree, order. കൃതി അല്ലെങ്കിൽ കൃത്യംഗം ഉണ്ടാവണ്ടേ? അതെങ്ങനെയാണ് എഴുതുന്നത് നമുക്ക് നോക്കാം. ഒന്ന് ശ്രദ്ധിച്ചിരുന്ന എല്ലാവരും. ഇവിടെ ഏത് സംഖ്യയാണ് ആവർത്തിച്ച് കുറിച്ചിരിക്കുന്നത്? 2 എന്ന് പറയുന്ന സംഖ്യയെ ആവർത്തിച്ച് കുറിച്ചിരിക്കുന്നത്. ആ സംഖ്യ നമുക്ക് എവിടെ എഴുതാം? ആധാരം അല്ലെങ്കിൽ ബേസ് ആയിട്ട് എഴുതാം. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ 2 എന്ന് പറയുന്ന സംഖ്യ എത്ര പ്രാവശ്യം, how many times ആണ്, എത്ര പ്രാവശ്യമാണ് കുറിച്ചിരിക്കുന്നത്? നോക്കിയേ, 1 2 3 4 5 6 പ്രാവശ്യമാണ് കുറിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ 6 അല്ലെങ്കിൽ 6 എന്തായിരിക്കും? പവർ അല്ലെങ്കിൽ കൃതി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഒരുപാട് വാക്കുകളുണ്ട്, അത് ബോർഡിൽ എഴുതിയിട്ടുണ്ട്, പഠിച്ചു വെച്ചോണം. അപ്പൊ അങ്ങനെയാണ് നമുക്ക് എങ്ങനെ വായിക്കാം? 2 raised to 6. 2ന്റെ കൃതി 6 ആണ്. 2ന്റെ കൃത്യംഗം 6 ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെയാണ് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ആയി വരുന്ന സംഖ്യയെ നമുക്ക് we shortly say that exponentiation form എന്ന് നമുക്ക് പറയാൻ പറ്റും. കൃതീകരണ രൂപം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇങ്ങനെ നമുക്ക് 2 എന്ന് പറയുന്ന സംഖ്യ 20 പ്രാവശ്യം ആവർത്തിച്ചു കുറിച്ചിരിക്കുകയാണ്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 2 raised to 10 എന്ന് എഴുതാം. 2ന്റെ കൃതിയാണ് 10. 2ന്റെ കൃത്യംഗമാണ് 10. 2 is base അല്ലെങ്കിൽ ആധാരം എന്ന് പറയാം. and 10 is power, order, degree അല്ലെങ്കിൽ എന്ന് പറയാം കൃതി അല്ലെങ്കിൽ കൃത്യംഗം എന്ന് പറയാൻ സാധിക്കും. ഇങ്ങനെയാണ് നമ്മൾ എക്സ്പോണൻസിയേഷൻ ഫോം അഥവാ കൃതീകരണ രൂപത്തിലേക്ക് ആക്കുന്നത്. ഇതെല്ലാത്തും പിടികിട്ടിയോ? ഇത്രയും കാര്യമാണ് എനിക്ക് ബേസ് ആയിട്ട് പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഒന്നും കൂടെ ഞാൻ പറയുന്നു. നമ്മുടെ തുടക്കത്തിൽ എന്തായിരുന്നു പഠിച്ചത്? ആവർത്തന സങ്കലനത്തിന് എങ്ങനെ എഴുതാം? ഗുണനമായി എഴുതാം. റിപ്പീറ്റഡ് അഡീഷൻ നമുക്ക് എങ്ങനെ എഴുതാം? മൾട്ടിപ്ലിക്കേഷൻ ആയി എഴുതാം. ഇനി റിപ്പീറ്റഡ്
മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ എഴുതാം? എക്സ്പോണൻഷ്യൽ ഫോം ആയിട്ട് എഴുതാം. ആവർത്തിച്ച് വിളിച്ചു വരുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? കൃതീകരണ രൂപത്തിലേക്ക് എഴുതാൻ പറ്റും. അതാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത്. കൃതീകരണ നമ്പേഴ്സിന്റെ അല്ലെങ്കിൽ കൃതീകരണ സംഖ്യകളുടെ അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ നമ്പേഴ്സിന്റെ ആ ക്രിയകളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടുതലും പഠിക്കുന്നത്. അതിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ഇത് അതിന്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും പഠിച്ചു വെക്കണം. ഒരു കൃതീകരണ സംഖ്യ അല്ലെങ്കിൽ കൃതീകരണ ഫോം അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ നമ്പേഴ്സ് അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ഫോമിലേക്ക് എഴുതണമെങ്കിൽ എങ്ങനെയാണ് എഴുതുന്നത്? ഏത് സംഖ്യയാണ് ആവർത്തിച്ചു വന്നിരിക്കുന്നത് ആ സംഖ്യ നമുക്ക് എന്താ എഴുതാം? ബേസ് അഥവാ ആധാരമായി എഴുതാം. ആ സംഖ്യ എത്ര പ്രാവശ്യം how many times ആയി വന്നിട്ടുണ്ടോ ആ സംഖ്യ എങ്ങനെ എഴുതാം? നമുക്ക് പവർ അല്ലെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ ഓർഡർ ആയിട്ട് എഴുതാം. കൃതി അല്ലെങ്കിൽ കൃത്യമായി എഴുതാം. അങ്ങനെ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ ആ ആധാരവും ആ കൃതിയുമായുള്ള സംഖ്യകൾക്ക് പറഞ്ഞ പേരാണ് കൃതീകരണ സംഖ്യ അല്ലെങ്കിൽ കൃതീകരണ രൂപം എന്ന് പറയപ്പെടുന്നത്. ബേസും പവറുമായിട്ടുള്ള ആ സംഖ്യകൾക്ക് പറഞ്ഞ പേരാണ് എക്സ്പോണൻഷ്യൽ നമ്പേഴ്സ് അഥവാ എക്സ്പോണൻഷ്യൽ ഫോം എന്ന് പറയപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഡിസ്കസ് ചെയ്തത് we are discussed about the exponential numbers or exponential forms. നമ്മളിവിടെ ചർച്ച ചെയ്തത് നമ്മൾ എന്താണ്? ആ കൃതീകരണ രൂപത്തെ പറ്റിയാണ്. ആ കൃതീകരണ രൂപം എങ്ങനെയൊക്കെയാണ് എഴുതുന്നത്, അതെങ്ങനെയൊക്കെയാണ് വായിക്കുന്നുള്ളത് മനസ്സിലാക്കിയല്ലോ. ഇപ്പൊ 2 എന്ന് പറയുന്നത് 2⁻6 താഴെ മുകളിലോ 2 താഴെ 6 മുകളിലാണെങ്കിൽ ആ സംഖ്യ എങ്ങനെ വായിക്കാം? 2⁻6 എന്ന് വായിക്കാം അല്ലേ? റൈസ് ടു എഴുതാം. റൈസ് ടു raised to അല്ലേ? 2⁻6 എന്ന് വായിക്കാം. 2⁻6 അല്ലേ? ഇങ്ങനെ വായിക്കാം. അപ്പൊ മലയാളത്തിൽ പറയാം 2ന്റെ കൃതി 6 ആണ് അല്ലേ? 2ന്റെ കൃതി 6 മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. അല്ലെങ്കിൽ 2ന്റെ കൃത്യംഗം 6. അപ്പൊ അതെല്ലാവർക്കും പിടിക്കല്ലോ. ഞാൻ അങ്ങോട്ട് പോകേണ്ട കേസിലല്ലോ. അത് എങ്ങനെ എഴുതുന്നു മനസ്സിലായില്ല എല്ലാവർക്കും. ഇനി നമ്മൾ തിരിച്ചു പഠിക്കാൻ പോവുകയാണ്. എന്താണ് തിരിച്ചു പഠിക്കുന്നത്? അതായത് ഒരു സംഖ്യ തന്നിരിക്കുക. അപ്പൊ 64 എന്ന് പറയുന്ന സംഖ്യ തന്നിരിക്കുക. ആ സംഖ്യ നമ്മൾ ഈ രൂപത്തിലേക്ക് മാറ്റുക. ഏത് രൂപത്തിലേക്ക് മാറ്റുക? എക്സ്പോണൻഷ്യൽ ഫോം അല്ലെങ്കിൽ കൃതീകരണ രൂപത്തിലേക്ക് മാറ്റുക. എങ്ങനെയാണ് മാറ്റുക? അപ്പൊ കൃതീകരണ രൂപം അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ഫോം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ വേണം? ബേസ് അല്ലെങ്കിൽ ആധാരവും വേണം, കൃതി അല്ലെങ്കിൽ പവറും വേണം. ഈ കാര്യത്തിലേക്ക് നമ്മൾ മാറ്റാൻ പോകും. അപ്പൊ നമ്മൾ ഏതൊരു സംഖ്യയുടെയും എക്സ്പോണൻഷ്യൽ ഫോം അഥവാ കൃതീകരണ രൂപം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആ സംഖ്യ നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്താൽ മതി, ഘടകക്രിയ ചെയ്താൽ മതി. അങ്ങനെ ചെയ്താൽ നമുക്ക് ഏത് സംഖ്യയുടെയും എന്ത് കിട്ടും മക്കളെ? ആ കൃതീകരണ രൂപം അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ഫോം നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ? നമുക്ക് എഴുതി നോക്കാം. എനിക്കിവിടെ കിട്ടിയ സംഖ്യ ഏതാണ്? 64 എന്ന് പറയുന്ന സംഖ്യയുടെ എക്സ്പോണൻഷ്യൽ ഫോം അഥവാ കൃതീകരണ രൂപമാണ് എഴുതാൻ പോകുന്നത്. അതിനുവേണ്ടി എന്ത് ചെയ്യണം പറയുന്നത്? by using the factorization method. അപ്പോൾ ചെയ്യാൻ പോവാണ് factorization method ചെയ്യാൻ പോവാണ്. എത്ര കൊണ്ട് ചെയ്യാം? 2 കൊണ്ട് ചെയ്യാം. 2 കൊണ്ട് ചെയ്യുമ്പോൾ 6 എത്ര എണ്ണുണ്ട്? 3 2. ഓക്കെ ആണല്ലോ? 4 എത്ര എണ്ണുണ്ട്? 2 അല്ലെങ്കിൽ നമുക്ക് പറയാം 64ന്റെ പകുതി അല്ലേ? 64 2 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ 64 is divided by 2 means that half of 64. 64ന്റെ പകുതി എത്ര വരും? 32. ഇനി നമുക്ക് ചെയ്യാം 2 കൊണ്ട് ചെയ്യാം അല്ലേ? 2 കൊണ്ട് ചെയ്യുമ്പോൾ 3-നകത്ത് എത്ര എണ്ണുണ്ട് മക്കളെ? ഒരു 2 ഉള്ളൂ അല്ലേ? ബാക്കി എത്ര ഉണ്ട്? അധികം 1 ഉണ്ട്. ഇപ്പുറത്താരുണ്ട്? 2. 2 കൂട്ടിച്ചേർക്കുമ്പോൾ എങ്ങനെ പറയാം? 12 ആണ്. 12-നകത്ത് എത്ര എണ്ണുണ്ട്? 6 2 അല്ലെങ്കിൽ 32ന്റെ പകുതി ആയിരിക്കും 16. മനസ്സിലാവുന്നുണ്ടല്ലോ? വീണ്ടും നമുക്ക് ചെയ്യാം 2 കൊണ്ട് ചെയ്യാം. 16ന്റെ പകുതി 8. വീണ്ടും 2 കൊണ്ട് ചെയ്യാം. 8ന്റെ പകുതി 4. വീണ്ടും 2 കൊണ്ട് ചെയ്യാം. 4ന്റെ പകുതി 2. വീണ്ടും 2 കൊണ്ട് ചെയ്യാം. 2ന്റെ പകുതി 1. 1 കിട്ടുമ്പോൾ നമ്മുടെ ഫാക്ടറൈസേഷൻ തീർന്നു. ആ ഘടകക്രിയ രീതി തീർന്നു. കണ്ടോ? ഇനി നമുക്ക് ചെയ്യാൻ പോവുകയാണ് 64 സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞേ 2 into 2 into 2 into 2 into 2 into 2
2 അല്ലേ? എത്ര എണ്ണമുണ്ട്? 1 2 3 4 5 6. 1 2 3 4 5 6. അങ്ങനെ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ആയി എഴുതിയിരിക്കുകയാണ്. ആരെയാ? 64നെ അല്ലേ? അത് എങ്ങനെ എഴുതിയ സാധാ ഫാക്ടറൈസേഷൻ മെത്തേഡിലാണ്, ഘടകക്രിയ രീതിയിലാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏത് സംഖ്യയാണ് ആവർത്തിച്ചിരിക്കുന്നത്? 2 എന്ന് പറയുന്ന സംഖ്യ. അതെന്തായിട്ട് എഴുതാം? നമുക്ക് ബേസ് അല്ലെങ്കിൽ ആധാരമായി എഴുതാം. ഇനി 2 എന്ന് പറയുന്ന സംഖ്യ എത്ര പ്രാവശ്യം ആവർത്തിച്ച് ഗുണിച്ചിട്ടുണ്ട്? 6 പ്രാവശ്യം. ആ 6 എന്ന് പറയുന്ന സംഖ്യ നമുക്ക് എന്ത് പറയാം? കൃതി അഥവാ പവർ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെ വായിക്കും? 2 raised to 6. 2ന്റെ കൃതി 6 ആണ്. 2ന്റെ പവർ 6 ആണ്. 2ന്റെ കൃത്യംഗം 6 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 64 എന്ന് പറയുന്ന സംഖ്യയുടെ എക്സ്പോണൻസിയേഷൻ ഫോം ആണ് കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ കൃതീകരണ രൂപമാണ് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള സംഖ്യ തന്നിട്ട് അതിന്റെ എക്സ്പോണൻസിയേഷൻ ഫോം അല്ലെങ്കിൽ കൃതീകരണ രൂപത്തിലാക്കാനുള്ള ക്വസ്റ്റ്യൻ നിങ്ങളുടെ പാഠപുസ്തകത്തിലുണ്ട്. അത് എല്ലാവരും നോട്ട്ബുക്കിനകത്ത് ചെയ്തിടണം. അപ്പൊ എങ്ങനെയാണെന്ന് മനസ്സിലായോ? എങ്ങനെ ചെയ്യാം? നമുക്ക് ആ സംഖ്യ എന്ത് ചെയ്യണം? ആ ഫാക്ടറൈസേഷൻ മെത്തേഡിൽ നമ്മൾ ചെയ്യണം. ചെയ്തിട്ട് ആ സംഖ്യ എന്ത് ചെയ്യണം? ആവർത്തിച്ച് ഗുണിക്കണം. ആ ആവർത്തിച്ച് ഗുണിച്ചിരിക്കുന്ന സംഖ്യ നമുക്ക് എങ്ങോട്ട് മാറ്റാം? എക്സ്പോണൻസിയേഷൻ ഫോം അഥവാ കൃതീകരണ രൂപത്തിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കും. ഞാൻ ഒരു കണക്കും കൂടെ ചെയ്യാം, ശ്രദ്ധിച്ചിരിക്കുക. ഒരു കണക്കും കൂടെ ചെയ്യാൻ പോവാണ്. അതെ, രണ്ടാമത്തെ സംഖ്യ 125. ഈ സംഖ്യയുടെ കൃതീകരണ രൂപം അഥവാ എക്സ്പോണൻസിയേഷൻ ഫോം ആണ് ഞാൻ എഴുതാൻ പോകുന്നത്. അപ്പൊ ഏതൊരു സംഖ്യയുടെയും കൃതീകരണ രൂപം അഥവാ എക്സ്പോണൻസിയേഷൻ ഫോം എഴുതണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഫാക്ടറൈസേഷൻ ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഘടകക്രിയ രീതിയിലാക്കണം. അല്ലേ? ഘടകക്രിയ രീതിയിലല്ലേ ചെയ്യേണ്ടത്? അപ്പൊ നമ്മൾ ചെയ്യാൻ പോവാ, ശ്രദ്ധിക്കുക. 125 എന്ത് ചെയ്യാൻ പോവാണ്? ഫാക്ടറൈസേഷൻ ചെയ്യാൻ പോവാണ്. 5 കൊണ്ട് ചെയ്യാമല്ലോ. 12-നകത്ത് എത്ര 5 ഉണ്ട്? 2 5 ചേരുമ്പോൾ 10 കിട്ടും. ബാക്കി എത്ര അധികമുണ്ട്? 2 അധികമുണ്ട്. ഇപ്പുറത്ത് എത്ര ഉണ്ട്? 5 ഉണ്ട്. 25-നകത്ത് എത്ര 5 ഉണ്ട്? 5 5 25. വീണ്ടും നമുക്ക് 5 കൊണ്ട് ചെയ്യാം. 25-നകത്ത് എത്ര 5 ഉണ്ട്? 5 5 ഉണ്ട്. വീണ്ടും 5 കൊണ്ട് ചെയ്യാം. 5-നകത്ത് 5 എത്ര പ്രാവശ്യമുണ്ട്? 1 പ്രാവശ്യമുണ്ട്. 1 വന്നാൽ നമ്മുടെ ഘടകക്രിയ അല്ലെങ്കിൽ ഫാക്ടറൈസേഷൻ തീർന്നു എന്ന് പറയാം. ഇനി നമ്മൾ എഴുതാൻ പോവുകയാണ് 125 എന്ന് പറയുന്ന സംഖ്യ നമ്മൾ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ അഥവാ ആവർത്തനപരമായി എഴുതാൻ പോവുകയാണ്. എങ്ങനെ എഴുതാം? 5 × 5 × 5. 5 ഗുണം 5 ഗുണം 5 എന്ന് എഴുതാം. 5 എന്ന് പറയുന്ന സംഖ്യ ഇവിടെ എത്ര പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്? 3 പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യക്ക് ഒരു രൂപം നമുക്ക് പറയാൻ പറ്റും, ഒരു കൃതീകരണ രൂപം അഥവാ എക്സ്പോണൻസിയേഷൻ ഫോം നമുക്ക് പറയാൻ പറ്റും. 5 raised to 3 അല്ലെങ്കിൽ 5ന്റെ കൃതി 3 ആണെന്ന് പറയാം. 5 raised to 3 and 5 is base and 3 is power. 5 നമുക്ക് ആധാരമെന്നും 3 നമുക്ക് കൃതി അഥവാ കൃത്യംഗമെന്നും പറയാൻ സാധിക്കും. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇതേപോലെ നിങ്ങൾ ചെയ്യുക, നോട്ട്ബുക്കിനകത്ത് രേഖപ്പെടുത്തണം. എന്നിട്ട് എന്റെ നമ്പറിലേക്ക് അയക്കണം. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുകയും വേണം. ഇത്രയും കാര്യം പിടികിട്ടിയല്ലോ. എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത്? ഏതൊരു സംഖ്യ, അതായത് ആ കൃതീകരണ രൂപം അല്ലെങ്കിൽ എക്സ്പോണൻസിയേഷൻ ഫോമിലേക്ക് വരുന്നത് എങ്ങനെയാണ്? ആവർത്തിച്ച് ഗുണിച്ചെഴുതുന്ന സംഖ്യയ്ക്ക് നമ്മൾ ചുരുക്കത്തിൽ പറയുന്ന പേരാണ് കൃതീകരണ രൂപം എന്ന് പറയുന്നത്. ആ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് we shortly said that എന്താണ് എക്സ്പോണൻസിയേഷൻ ഫോം എന്ന് പറയാൻ പറ്റും. ആ എക്സ്പോണൻസിയേഷൻ ഫോമില് 2 കഥാപാത്രങ്ങളുണ്ട്, മുകളിലും താഴെയും. ആ മുകളിലുള്ള സംഖ്യയ്ക്ക് പറയുന്ന പേരാണ് പവർ അഥവാ കൃതി എന്നും, താഴെയുള്ള സംഖ്യയ്ക്ക് പറയുന്ന പേരാണ് ബേസ് അഥവാ ആധാരം എന്നും പറയപ്പെടുന്നത്. അത് വായിക്കാൻ നമുക്കറിയാമല്ലോ. റേസ് ടു എന്നാണ്
രണ്ടാമത് പഠിച്ചെന്താണ്? ഏതൊരു സംഖ്യ തന്നാലും അതിന്റെ തൃതീകരണ രൂപം അഥവാ എക്സ്പോണൻസിയേഷൻ ഫോം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി മക്കളെ? ഫാക്ടറൈസേഷൻ മെത്തേഡ് ബൈ യൂസിങ് ഫാക്ടറൈസേഷൻ മെത്തേഡ്. ഇത്രയും കാര്യം പിടികിട്ടിയല്ലോ. അടുത്ത സെക്ഷനിലേക്ക് കടക്കുകയാണ്. ഓക്കെ, നമ്മുടെ പവേഴ്സ് ഓഫ് 10, 10ന്റെ കൃതി. അത് നമ്മളെ പഠിക്കുന്നത് നമ്മുടെ പ്ലേസ് വാല്യൂ പഠിക്കുന്നു, ഡെസിമൽ നമ്പേഴ്സിന്റെ പ്ലേസ് വാല്യൂ പഠിക്കുന്നു. അപ്പൊ അതിന് മുന്നോടിയായിട്ടാണ് നമ്മൾ പവേഴ്സ് ഓഫ് 10, 10ന്റെ കൃതികളെ പറ്റി ഒന്ന് പഠിക്കുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. ഇനി എങ്ങനെ പറയാം എന്ന് പറഞ്ഞ എല്ലാവരും ഇതെങ്ങനെ വായിക്കാം? 10⁻1 അല്ലേ? 10⁻1. 10ന്റെ കൃതി 1, 10ന്റെ കൃത്യങ്ങൾ 1. അപ്പൊ എത്ര എഴുതാം? 10⁻1 എന്ന് പറയുന്ന അർത്ഥം 10 എന്ന് പറയുന്ന സംഖ്യയെ 1 കൊണ്ട് ഗുണിക്കുക എന്നല്ല, പിന്നെന്താണ്? ഒരു പ്രാവശ്യം ഗുണിക്കുക, 1 times of 10 എന്നർത്ഥം. അപ്പൊ എത്ര കിട്ടും? 10 എന്ന് കിട്ടും. മനസ്സിലായല്ലോ? ശ്രദ്ധിക്കണേ. നോക്കിയേ, ഇതെന്ന് പറഞ്ഞ എല്ലാവരും ഇതെങ്ങനെ വായിക്കാം? 10⁻2 10⁻2. 10ന്റെ കൃതി 2, 10ന്റെ കൃത്യങ്ങൾ 2. എന്താണ് അർത്ഥം? 10നെ 2 കൊണ്ട് ഗുണിക്കുക എന്നല്ല, പിന്നെയോ 2 times of 10 എന്നർത്ഥം. 10നെ 2 പ്രാവശ്യം ഗുണിക്കണം, 2 കൊണ്ട് ഗുണിക്കുക എന്നല്ല. ആ ആശയം പിടികിട്ടണം. ഇപ്പൊ 2⁻6 എന്ന് പറഞ്ഞാൽ 2നെ 6 കൊണ്ട് ഗുണിക്കുക എന്നർത്ഥം അല്ല, പിന്നെ എന്താണ് അർത്ഥം? 2നെ 6 പ്രാവശ്യം ഗുണിക്കണം. 6 times multiple with 2 എന്നാണ് അർത്ഥം. അത് മനസ്സിലാക്കി പഠിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെ എഴുതാം? 10നെ 2 പ്രാവശ്യം ഗുണിക്കണം, 2 കൊണ്ട് ഗുണിക്കുക എന്നല്ല അർത്ഥം, പിന്നെയോ 2 പ്രാവശ്യം ഗുണിക്കുക എന്നർത്ഥം. അപ്പൊ എത്ര കിട്ടും? 100 കിട്ടും. അങ്ങനെ അടുത്തെന്ന് പറഞ്ഞേ 10⁻3, 10⁻3. ചുരുക്കി പറഞ്ഞോളൂ, എങ്ങനെ എഴുതാം? 10നെ 3 കൊണ്ട് ഗുണിക്കുക എന്നല്ല, പിന്നെയോ 10നെ 3 പ്രാവശ്യം ഗുണിക്കണം. അപ്പൊ എങ്ങനെ എഴുതാം? 10 × 10 × 10 എഴുതാം? 1000 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഗുണിക്കാതെ ഈ പവർ അല്ലെങ്കിൽ കൃതി വെച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതാണ് പവേഴ്സ് ഓഫ് 10ന്റെ പ്രത്യേകത, അതാണ് 10ന്റെ കൃതികളുടെ പ്രത്യേകത. എന്നാന്ന് പറയട്ടെ, ഇവിടെ എത്ര കിടക്കുന്ന പവർ അല്ലെങ്കിൽ കൃതി? 1 ആണെങ്കിൽ 1 കഴിഞ്ഞ് എത്ര 0 വരും? 1 0 വരും. ഇവിടെ നോക്കിയ മക്കളെ, കൃതി അല്ലെങ്കിൽ പവർ എത്രയാണ്? 2 ആണ്. അങ്ങനെയാണെങ്കിൽ 1 കഴിഞ്ഞ് എത്ര 0 വരണം? 2 0 വരണം. ഇവിടെ എത്രയാണ്? 10⁻3 ആണ്. കൃതി അല്ലെങ്കിൽ പവർ എത്രയാണ്? 3 ആണ്. അങ്ങനെയാണെങ്കിൽ 1 കഴിഞ്ഞ് എത്ര 0 വരണം? 3 0 വരണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് നിന്ന് പറഞ്ഞേ, 10⁻4 എന്ന് പറഞ്ഞാൽ 1 കഴിഞ്ഞ് എത്ര 0 വരണം? 4 0 വരണം. അങ്ങനെ നമുക്ക് 10ന്റെ മണ്ടയ്ക്ക് അല്ലെങ്കിൽ 10ന്റെ കൃതി 10 വന്നാൽ എങ്ങനെ എഴുതാം? 1 കഴിഞ്ഞ് 10 0 വിടണം. അങ്ങനെയാണെങ്കിൽ ആ പവേഴ്സ് അല്ലെങ്കിൽ കൃതികളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എത്ര 0 ഉണ്ടോ അത്രയും 0 കൊടുത്ത് നമുക്ക് വളരെ എളുപ്പമായി നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് പവേഴ്സ് ഓഫ് 10 അഥവാ 10ന്റെ കൃതികൾ എന്ന് പറയുന്നത്. ഇപ്പൊ 10⁻6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും ഗുണിച്ചെഴുതണ്ട. പിന്നെ എങ്ങനെ നമുക്ക് എളുപ്പം എഴുതാം? 10⁻6 അല്ലെങ്കിൽ 10⁻6 എന്ന് പറഞ്ഞാൽ 10⁻6 എന്ന് പറഞ്ഞാൽ ആ പവർ അല്ലെങ്കിൽ കൃതി എത്രയാണ്? 6 ആണെങ്കിൽ 1 കഴിഞ്ഞ് എത്ര 0 കൊടുക്കണം മക്കളെ? 6 0 കൊടുക്കണം. അങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റും. അതാണ് പവേഴ്സ് ഓഫ് 10 അഥവാ 10ന്റെ കൃതികൾ എന്ന് പറയുന്നത്. ഇത്തരം കാര്യം പിടികിട്ടിയല്ലോ? യെസ്, ഓക്കെ ആണല്ലോ? യെസ്, ശ്രദ്ധിക്കുക. ഇത് വെച്ചുള്ള സാറ് പ്ലേസ് വാല്യൂ പഠിക്കാൻ പോവാണ്. നിങ്ങൾക്ക് സാധാരണയുള്ള സംഖ്യയുടെ പ്ലേസ് വാല്യൂ അറിയാം, അതിലേക്ക് കിടക്കുന്നില്ല. ഞാൻ ഡെസിമൽ നമ്പേഴ്സിന്റെ പ്ലേസ് വാല്യൂ കണക്കാൻ ശ്രദ്ധിച്ചിരിക്കുക. ഡെസിമൽ നമ്പേഴ്സിന്റെ പ്ലേസ് വാല്യൂ നിങ്ങൾ 6ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. കുറച്ചുകൂടെ എളുപ്പ രൂപത്തിൽ പഠിക്കാമ്പോൾ ശ്രദ്ധിച്ചിരിക്കണം. 12.125 12.125 ഈ സംഖ്യയുടെ പ്ലേസ് വാല്യൂ നമ്മൾ എഴുതാൻ പോവുക. നിങ്ങൾക്കറിയാം
നിങ്ങൾ കഴിഞ്ഞ താഴ്ന്ന ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്, എങ്കിലും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിങ്ങളുടെ പാഠപുസ്തകത്തിലുണ്ട്. ഞാൻ 1-2 ക്വസ്റ്റ്യനെ ചെയ്യത്തുള്ളൂ, ബാക്കി നിങ്ങൾ നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തി വെക്കണം. അങ്ങനെ വേണം നിങ്ങൾ പഠിച്ചു പോകാം. നമുക്ക് 12 എങ്ങനെ എഴുതാം? 2 ഒറ്റ 1 10. ശരിയാണല്ലോ? അങ്ങനെ എഴുതാൻ പോവാണ്. 2 ഒറ്റ പ്ലസ് 1 10. ഓക്കെ ആണോ? 2 ഒറ്റ ചേരുമ്പോൾ 2, 1 10 ചേരുമ്പോൾ 10, 10 2. ഓക്കെ, ഇനി ബാക്കി നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്ലസ് ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ആദ്യ സ്ഥാനം, ഒരു പോയിന്റ് കഴിഞ്ഞ് അടുത്ത സംഖ്യ. അങ്ങനെ വരുമ്പോൾ അങ്ങനെ എഴുതാം 1/10. എന്താ കാര്യം? ഒരു സ്ഥാനം വരുമ്പോൾ എന്ത് ചെയ്യണം? 10 കൊണ്ട് എഴുതും. 2 സ്ഥാനം വരുമ്പോൾ 100 കൊണ്ട് എഴുതും. 3 സ്ഥാനം വരുമ്പോൾ എത്രയാണ്? 1000. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2 എത്ര സ്ഥാനത്താണ്? രണ്ടാമത്തെ സ്ഥാനത്താണ്. അപ്പൊ അതേ നമുക്ക് എഴുതാം 2/100 എന്ന് എഴുതാം. 5 കിടക്കുന്നത് മൂന്നാമത്തെ സ്ഥാനത്താണ് അല്ലെ? പോയിന്റ് 7 മൂന്നാമത്തെ സ്ഥാനത്തിൽ കിടക്കുന്നത്. അങ്ങനെയാണ് എങ്ങനെ എഴുതാം? 5/1000 എന്ന് എഴുതാം. ഇത്രയും കാര്യം പിടി കിട്ടിയോ? നിങ്ങൾ താഴെ ക്ലാസ്സിൽ പഠിച്ചതല്ലേ? ഇത് 1-ാം സ്ഥാനത്ത് കിടക്കുന്ന ആദ്യ സ്ഥാനമായതുകൊണ്ടാണ്. പോയിന്റ് 7 ഒരു സ്ഥാനത്ത് കിടക്കുന്നതുകൊണ്ടാണ് 1/10. 2 സ്ഥാനം കിടക്കുന്നുണ്ട് 2/100. 3 സ്ഥാനം കിടക്കുന്നുണ്ട് 5/1000 എന്ന് എഴുതി. ഇനി ശ്രദ്ധിക്കണം, ഇതിനെ സർവനാമമാണ് 2 into എന്തെഴുതാം? 10⁻0. 10ന്റെ കൃതികളായി എഴുതാൻ പോവാണ്. ഇവിടെ ശ്രദ്ധിച്ചോടാം, ഏതൊരു സംഖ്യയുടെ പവർ അഥവാ കൃതി 0 വന്നാൽ ആൻസർ എപ്പോഴും എത്ര ആയിരിക്കും? 1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ what is the result? 100/0 is equal എന്ന് പറയാം, 1 എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ what is the 100/1 എന്ന് പറയാം, 100 എന്ന് പറയാം. ഈ രണ്ട് കാര്യം പഠിച്ചു വെച്ചോളാം. എന്താണെന്ന് പറയാം? ഏതൊരു സംഖ്യയുടെ പവർ അല്ലെങ്കിൽ കൃതി 0 വന്നാൽ ആൻസർ എത്ര ആയിരിക്കും? 1 ആയിരിക്കും. അതേപോലെ ഏതൊരു സംഖ്യയുടെ പവർ അല്ലെങ്കിൽ കൃതി 1 വന്നാൽ ആ സംഖ്യ തന്നെ ആയിരിക്കും. ഈ രണ്ട് പ്രത്യേകതകൾ പഠിച്ചു വെച്ചോളാം. അത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഏതൊരു സംഖ്യയുടെ കൃതി അല്ലെങ്കിൽ പവർ 0 വന്നാൽ 1, ഏതൊരു സംഖ്യയുടെ പവർ അല്ലെങ്കിൽ കൃതി 1 വന്നാൽ ആ സംഖ്യയുമായിരിക്കും. ഈ രണ്ട് പ്രത്യേകത പഠിച്ചു വെച്ചോളാം. അങ്ങനെയാണെങ്കിൽ 1 നെ എങ്ങനെ എഴുതി സാറ്? 10/0 എന്ന് എഴുതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1 into ഇതിനെ എങ്ങനെ എഴുതാം? 10/1 എന്ന് എഴുതാം. പവേഴ്സ് ഓഫ് 10 10ന്റെ കൃതികളായി എഴുതുകയാണ് സാറ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം? 1 into 1/10/1. ഓക്കെ ആണല്ലോ? അടുത്ത എങ്ങനെ എഴുതാം? പ്ലസ് 2 into ഇതിനെ എങ്ങനെ എഴുതാം? 1/10² എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ അടുത്ത എങ്ങനെ എഴുതാം? പ്ലസ് 5 into 1 എന്ന് എഴുതാം 10⁻3. ഇതെങ്ങനെ എഴുതി? ഒരു 0 വന്നതുകൊണ്ട് അതിന്റെ കൃതി എത്ര ആയിരിക്കും? 1 ആയിരിക്കും. നേരത്തെ പഠിപ്പിച്ചതാണ് സാറാ. ഇവിടെ എത്ര 0 ഉണ്ട്? 2 0 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 10ന്റെ കൃതി അല്ലെങ്കിൽ പവർ എത്ര ആയിരിക്കും? 2 ആയിരിക്കും. ഇവിടെ 1 എത്ര 0 ഉണ്ട്? 3 0 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 10ന്റെ കൃതി അഥവാ 10ന്റെ പവർ എത്ര ആയിരിക്കും? 3 ആയിരിക്കും. ഇതാണ് പ്ലേസ് വാല്യൂ ഓഫ് ഡെസിമൽ നമ്പേഴ്സ്. ഈ 1 into 1/10⁻1. മനസ്സിലായല്ലോ? ഇതിനെ എങ്ങനെ എഴുതാം? 1 into 1/10 എന്ന് എഴുതിക്കൂടെ? അതാണ് 1 into 1/10⁻1. ഇതിനെ എങ്ങനെ എഴുതാം? ഇതിനെ എങ്ങനെ എഴുതാം? 2/100 എങ്ങനെ എഴുതാം? 2 into നമുക്ക് ഇങ്ങനെ എഴുതാം 1/100 എഴുതിക്കൂടായോ? എഴുതാം. ഇവിടെ എങ്ങനെ എഴുതാം? ഇതൊന്ന് പറഞ്ഞേ. 5/1000 എങ്ങനെ എഴുതാം? 5 into 1/1000 എന്ന് എഴുതാം. ആ സ്റ്റെപ്പ് ഞാൻ എഴുതിയില്ല, അറിയാമുള്ളത് കൊണ്ടാണ് എഴുതാതെ പോയത്. അപ്പൊ എങ്ങനെ എഴുതാം? ഇവിടെ 1 0 വന്നതുകൊണ്ട് പവർ 1, 2 0 വന്നതുകൊണ്ട് പവർ 2, 3 0 വന്നതുകൊണ്ട് പവർ 3. ഇങ്ങനെയാണ് ഡെസിമൽ നമ്പേഴ്സിന്റെ പ്ലേസ് വാല്യൂ. ഇത് എഴുതാൻ പഠിച്ചിരിക്കണം. നമുക്ക് ഇത് എല്ലാവർക്കും ഇങ്ങനെ എഴുതിയതിനു ശേഷം എന്ത് ചെയ്യണം? അവസാന സ്റ്റെപ്പ് എങ്ങനെ വേണം? പവേഴ്സ് ഓഫ് 10 10ന്റെ കൃതികളായിട്ട് വേണം അവസാന സ്റ്റെപ്പിലേക്ക് പോകാൻ. എല്ലാവർക്കും പിടികിട്ടിയല്ലോ? അതിലൊരു പ്രോബ്ലം കൂടെ ചെയ്യിക്കാം. ഓക്കെ,
ഒന്നും കൂടി നമ്മൾ ആ പ്ലേസ് വാല്യൂസുള്ള പ്രോബ്ലം ചെയ്യാൻ പോവുകയാണ്. ബാക്കി 2-3 പ്രവർത്തനങ്ങൾ പാഠപുസ്തകത്തിലുണ്ട്. അത് നിങ്ങൾ നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തി വെക്കണം. എല്ലാം ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എഴുതാൻ ശ്രദ്ധിക്കുക. ഇതിന്റെ പ്ലേസ് വാല്യൂ നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യം നമ്മൾ 10 എന്ന് പറയുന്ന സംഖ്യ എഴുതും. എല്ലാവർക്കും അറിയാം, ഞാൻ പറയേണ്ട കാര്യമില്ല. 0 × 1 + 1 × 10 എല്ലാവർക്കും അറിയാമല്ലോ, പറയേണ്ട കേസില്ല. അവിടെ ഒറ്റയുടെ സ്ഥാനം 0ഉം 10ന്റെ സ്ഥാനം 1ഉമാണ്. ഓക്കെ, ഇനി നമ്മൾ ദശാംശം കഴിഞ്ഞുള്ള സംഖ്യ എഴുതാൻ പോവാം. ആഫ്റ്റർ ഡെസിമൽ പ്ലേസ് എഴുതാൻ പോവാം. ഈ 0 എന്ന് പറയുന്നത് ഒരു സ്ഥാനം കഴിഞ്ഞ് നടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? +0 എന്തെഴുതാം? 10 അല്ലേ? ഒരു സ്ഥാനം വരുമ്പോൾ 10 കൊണ്ട് ഹരിക്കുന്നു, 2 സ്ഥാനം വരുമ്പോൾ 100 കൊണ്ട് ഹരിക്കുന്നു, 3 സ്ഥാനം വരുമ്പോൾ 1000 കൊണ്ട് ഹരിക്കുന്നു. ഇത് നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചതാണ്. ഓക്കെ, യെസ്. അടുത്തത് +0/100 +1/1000. ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, ഉണ്ടോ? ഇല്ല. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? പവേഴ്സ് ഓഫ് 10 അല്ലെങ്കിൽ 10ന്റെ കൃതികളായി എഴുതാൻ പോവാണ്. ശ്രദ്ധിച്ചോളൂ. ഓക്കെ, 0 × ഈ 1നെ എങ്ങനെ എഴുതാം? 10⁻0 10ന്റെ കൃതികളാണ്. അതുകൊണ്ടാണ് 10⁻0. ഏതൊരു സംഖ്യയുടെ പവർ അല്ലെങ്കിൽ കൃതി 0 വന്നാൽ ആൻസർ 1 ആയിരിക്കും. ഏതൊരു സംഖ്യയുടെ പവർ അല്ലെങ്കിൽ കൃതി 1 വന്നാൽ ആൻസർ ആ സംഖ്യ തന്നെ ആയിരിക്കും. പഠിച്ചു വെച്ചോളാം. ഓക്കെ, +1 × 10⁻1. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? +0 × 1/10⁻1 നേരത്തെ എഴുതിയതാണ്. അടുത്തത് +0 × 1/10⁻2 +1 × 1/10⁻3. അപ്പോൾ ഡെസിമൽ കഴിഞ്ഞ് വരുന്ന പ്ലേസ് വാല്യൂ ഇങ്ങനെ പഠിച്ചു വെച്ചോളാം. 1/10⁻1 1/10⁻2 1/10⁻3. ഇവിടെ 10 ആയതുകൊണ്ട് ഒരു 0 പവർ എത്ര ആയിരിക്കും? 1 ആയിരിക്കും. ഇവിടെ 2 0 വന്നതുകൊണ്ട് പവർ അല്ലെങ്കിൽ കൃതി എത്ര ആയിരിക്കും? 2 ആയിരിക്കും. ഇവിടെ 0 3 വന്നത് 3 0 വന്നതുകൊണ്ട് പവർ അല്ലെങ്കിൽ കൃതി എത്ര ആയിരിക്കും? 3 ആയിരിക്കും. അങ്ങനെ നമുക്ക് പവേഴ്സ് ഓഫ് 10 അഥവാ 10ന്റെ കൃതികളായി നമുക്ക് എഴുതാൻ സാധിക്കും. ഇതെല്ലാവർക്കും പിടികിട്ടിയല്ലോ. ഇതിനെ എങ്ങനെ എഴുതാം? 0 × 1/10 എഴുതി കൂടായോ? അപ്പൊ 0/10 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം മക്കളെ? 0 × 1/10 എഴുതി കൂടെ? അതാണ് 0 × ഒരു 0 വന്നുകൊണ്ട് 10⁻1. അതിനെ എഴുതാം 0 × 1/100. 100 എത്ര 0 ഉണ്ട്? 2 0 ഉണ്ട്. അപ്പൊ അതിന് പകരം എഴുതാം 0 × 1/10⁻2. ഇതിനെ എഴുതാം 1 × 1/1000 എഴുതി കൂടായോ? അങ്ങനെ ആകുമ്പോൾ 1000 എത്ര 0 ഉണ്ട്? 1000 എത്ര 0 ഉണ്ട്? 3 0 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പവറിന്റെ കൃതി എത്ര എഴുതാം? അല്ലെങ്കിൽ ആ 10ന്റെ കൃതി അല്ലെങ്കിൽ ആ 10ന്റെ പവർ എത്ര എഴുതാം? 3 ആയിട്ട് എഴുതാം. അപ്പൊ എങ്ങനെ എഴുതാം? 1 × 1/10⁻3 എന്ന് എഴുതാം. ഇതാണ് ഡെസിമലിന്റെ പ്ലേസ് വാല്യൂ. ഇത് പഠിച്ചു വെച്ചോളാം. ഇത് നമുക്കറിയാം, അത്ര നമുക്ക് എഴുതാൻ അറിയാം. ലാസ്റ്റ് സ്റ്റെപ്പ് എന്താക്കി മാറ്റുക? ആ പവേഴ്സ് ഓഫ് 10 അല്ലെങ്കിൽ 10ന്റെ കൃതികളായി മാറ്റുക. ഇപ്പുറത്ത് വരുമ്പോൾ ഇൻഡിജേഴ്സ് അല്ലെങ്കിൽ പൂർണ്ണസംഖ്യ എങ്ങനെയായിരിക്കും? 10⁻0 10⁻1 10⁻2 10⁻3. ഇനി ആഫ്റ്റർ ഡെസിമൽ നമ്പർ ആ ദശാംശം കഴിഞ്ഞുള്ള എങ്ങനെ എഴുതാം? 1/10⁻1 1/10⁻2 1/10⁻3. ആ പവർ അല്ലെങ്കിൽ കൃതി എങ്ങനെ എഴുതുന്ന അറിയാമല്ലോ? 0ന്റെ എണ്ണം അനുസരിച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പൊ ഇത്രയും കാര്യം പിടികിട്ടിയ എല്ലാവർക്കും. അപ്പം ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാമല്ലോ. ശ്രദ്ധിക്കുക. ഇത് നമുക്ക് അതിനകത്ത് ചില ക്വസ്റ്റ്യൻസ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, 1/100 എന്താണ്? 1/100 എന്ന് പറഞ്ഞാൽ 1നെ നമ്മൾ 100 പ്രാവശ്യം മൾട്ടിപ്പിൾ ചെയ്യും. 100 കൊണ്ട് പിടിക്കാനല്ല, പിന്നെയോ 100 ടൈംസ് വിത്ത് മൾട്ടിപ്പിൾ വിത്ത് 1 എന്നാണ് അർത്ഥം.
0 into 0 into അങ്ങനെ അങ്ങനെ പോകും. അങ്ങനെ പോയാൽ എത്ര ആയിരിക്കും? ആൻസർ എത്ര ആയിരിക്കും? 0 ആയിരിക്കും. കണ്ടോ? ഇത് നമ്മൾ പഠിച്ചു വെച്ചോളാം. ആ പവർ വരുന്നത് മനസ്സിലാക്കി വെച്ചോളാം. അപ്പൊ ഇത്രയും കാര്യമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഏതൊക്കെയായിരുന്നു നമ്മൾ ആദ്യം നമ്മൾ എക്സ്പ്രസേഷൻ ഫോം അല്ലെങ്കിൽ കൃതീകരണ രൂപത്തിലേക്ക് എങ്ങനെ എഴുതാം? ആവർത്തിച്ച് ഗുണിച്ചു വരുന്ന സംഖ്യകളെയാണ് നമ്മൾ കൃതീകരണ രൂപത്തിലേക്ക് ഇടുന്നത്. ആ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ നമ്പേഴ്സിനെയാണ് നമ്മൾ എന്തായിട്ട് ഇടുന്നത്? എക്സ്പ്രസേഷൻ ഫോം ആയിട്ട് ഇടുന്നത്. അതിനകത്ത് രണ്ട് കഥാപാത്രങ്ങളുണ്ട്. ഒന്ന് ബേസ് അല്ലെങ്കിൽ ആധാരം എന്നും രണ്ടാമത്തെ എന്താണ്? പവർ അല്ലെങ്കിൽ കൃതി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. താഴത്തെ സംഖ്യയുണ്ട്, മുകളിൽ സംഖ്യയുണ്ട്. ആ താഴത്തെ സംഖ്യ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? ഏത് സംഖ്യയാണ് ആവർത്തിച്ചിരിക്കുന്നത് ആ സംഖ്യയാണ് നമ്മൾ ആധാരം അഥവാ ബേസ് എന്ന് പറയുന്നത്. ആ സംഖ്യ എത്ര പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ടോ ആ സംഖ്യ നമ്മൾ പവർ അല്ലെങ്കിൽ എന്ന് പറയാം, കൃതി എന്ന് പറയാൻ സാധിക്കും. ഇനി നമ്മൾ തിരിച്ചും പഠിച്ചോ, ഏതൊരു സംഖ്യ തന്നാലും അതിന്റെ കൃതീകരണ രൂപം അഥവാ എക്സ്പ്രസേഷൻ ഫോം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി മക്കളെ? അതിന്റെ ഫാക്ടറൈസേഷൻ മെത്തേഡ് അല്ലെങ്കിൽ ഘടക ക്രിയേഷൻ ചെയ്താൽ മതി. അടുത്ത പഠിച്ച എന്താണ്? പവേഴ്സ് ഓഫ് 10 ആണ്. ഈ പവേഴ്സ് ഓഫ് 10 എങ്ങനെ മനസ്സിലായല്ലോ? പൂജ്യത്തിന്റെ എണ്ണം അനുസരിച്ച് നമുക്ക് എന്ത് കൊടുക്കാം? പവർ അല്ലെങ്കിൽ കൃതി കൊടുക്കാം. അത് വെച്ചുകൊണ്ട് നമ്മൾ ഡെസിമൽ നമ്പേഴ്സിന്റെ പ്ലേസ് വാല്യൂ ആണ് നമ്മൾ പഠിച്ചത്. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി വിശ്വസിക്കുകയാണ്. ഞാൻ തന്നിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ആ പറഞ്ഞ കാര്യങ്ങൾ നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തുകയും ഇനി ഹോംവർക്ക് ആയിട്ട് തന്ന കാര്യങ്ങൾ നോട്ട്ബുക്കിൽ ഉണ്ടാവുകയും ചെയ്യണം. അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക? എല്ലാവരും കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക? ഈ ചാനൽ ഷെയർ ചെയ്യണം. അതോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം.